മാസപ്പടി കേസ് ശരിയായി അന്വേഷിക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമല്ല, UDF നേതാക്കൾക്കും അത് തലവേദന ഉണ്ടാക്കുന്ന കേസാണ്. അവരും സ്വീകരിച്ചിരിക്കുന്ന മാതൃക LDFന്റെ മുഖ്യമന്ത്രിയും മകളും സ്വീകരിച്ച മാതൃക തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല. കേരളത്തിൽ സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. സിൽവർ ലൈൻ വീണ്ടും സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടു. സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല, എഴുതി വെച്ചോളൂ. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല. മാസപ്പടി, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു കേസും മുങ്ങില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കാരണം മോദി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. 90-ൽ രജിസ്റ്റർ ചെയ്തതാണ് കാലിത്തീറ്റ കുംഭകോണ കേസ്. ലാലു പ്രസാദ് ജയിലിലായില്ലേ? ഡെക്കാൻ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും 8 വർഷത്തിനു ശേഷമാണ് ചോദ്യം ചെയ്തത്. മാധ്യമങ്ങൾ പറയുന്നത് പോലെയും രാഷ്ട്രീയക്കാർ ആരോപണം ഉന്നയിക്കുന്നത് പോലെയുമല്ല കേസിന്റെ അന്വേഷണം. ഇതിനൊക്കെ തെളിവുകൾ വേണം. അത് കണ്ടെത്താൻ സമയം വേണം. കേസുകളെല്ലാം ശരിയായ രീതിയിൽ പരിശോധിക്കപ്പെടും. തലനാരിഴ കീറി പരിശോധിക്കും, K. സുരേന്ദ്രൻ പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും അതിന്റെ അന്തിമമായിട്ടുള്ള വിധി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതിനകത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ അഴിമതി കേസും മോദി സർക്കാരിന്റെ കാലത്ത് ഓരോ അഴിമതി കേസും അന്വേഷിക്കപ്പെടാതെ പോയിട്ടില്ല. ഒരു വശത്ത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആക്ഷേപിക്കുകയും മറുവശത്ത് ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത് ശരിയായ നിലയിലല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കേസുകളും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ വലിയൊരു വർത്തമാനം ഇപ്പോ പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. പ്രതിപക്ഷം ആദ്യം വിചാരിച്ചത് മാസപ്പടി കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബഹളം മുഴുവൻ വെച്ചത്. മാസപ്പടി കേസ് ശരിയായി അന്വേഷിക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമല്ല, UDF നേതാക്കൾക്കും അത് തലവേദന ഉണ്ടാക്കുന്ന കേസാണ്. അവരും സ്വീകരിച്ചിരിക്കുന്ന മാതൃക LDFന്റെ മുഖ്യമന്ത്രിയും മകളും സ്വീകരിച്ച മാതൃക തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല. കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുക. ഇത്തരത്തിലുള്ള മാസപ്പടി വാങ്ങി കുത്തക കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങി ഉപജീവനം കഴിക്കുന്നവരാണ് LDFന്റെയും UDFന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾ. അവർ പാർട്ടി നടത്തുന്നത് തന്നെ ഇത്തരം മാസപ്പടിയോടെ. ഇപ്പൊ ഇന്ന് ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ഈ നദികളിലെ മണൽ വാരൽ. ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നദികളിൽ നിന്ന് മണൽ വാരൽ. നമ്മൾ കേട്ടാൽ വിചാരിക്കും ഈ പ്രളയമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ട പരിപാടി. ഉദ്ദേശം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ഇടപെടൽ. ഇതൊന്നും സുതാര്യമായിട്ടല്ല നടക്കാൻ പോകുന്നത്. കോടികളുടെ, ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് അവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് UDFും ചെയ്തുകൊണ്ടിരുന്നത്, LDFും ചെയ്യുന്നത്. സോണിയാഗാന്ധിയും മകനും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് 8 വർഷത്തിന് ശേഷമാണ്. കാരണം കേസുകൾ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള നിഗമനങ്ങളിലെത്താൻ പത്രങ്ങൾ എഴുതിയത് കൊണ്ടോ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് കൊണ്ടോ അല്ല. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. ആ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുക. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മുങ്ങില്ല, ലാവ്ലിൻ കേസും മുങ്ങില്ല, ഡോളർ കടത്ത് കേസും മുങ്ങില്ല, മാസപ്പടി കേസും മുങ്ങില്ല. നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെന്നല്ലാതെ ഈ കേസുകളൊന്നും ഈ കേസുകളെല്ലാം ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടും. തലനാരിഴ കീറി പരിശോധിക്കും. ഒരു വശത്ത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആക്ഷേപിക്കുകയും മറുവശത്ത് ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത് ശരിയായ നിലയിലല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കേസുകളും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ വലിയൊരു വർത്തമാനം ഇപ്പോ പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. പ്രതിപക്ഷം ആദ്യം വിചാരിച്ചത് മാസപ്പടി കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബഹളം മുഴുവൻ വെച്ചത്. മാസപ്പടി കേസ് ശരിയായി അന്വേഷിക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമല്ല, UDF നേതാക്കൾക്കും അത് തലവേദന ഉണ്ടാക്കുന്ന കേസാണ്. അവരും സ്വീകരിച്ചിരിക്കുന്ന മാതൃക
LDF-ന്റെ മുഖ്യമന്ത്രിയും മകളും സ്വീകരിച്ച മാതൃക തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുക. ഇത്തരത്തിലുള്ള മാസപ്പടി വാങ്ങി കുത്തക കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങി ഉപജീവനം കഴിക്കുന്നവരാണ് LDF-ന്റെയും UDF-ന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾ. അവർ പാർട്ടി നടത്തുന്നത് തന്നെ ഇത്തരം മാസപ്പടിയോടെ. ഇപ്പൊ ഇന്ന് ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ഈ നദികളിലെ മണൽവാരൽ. ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നദികളിൽ നിന്ന് മണൽവാരൽ. നമ്മൾ കേട്ടാൽ വിചാരിക്കും ഈ പ്രളയമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ട പരിപാടി. ഉദ്ദേശം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ഇടപെടൽ. ഇതൊന്നും സുതാര്യമായിട്ടല്ല നടക്കാൻ പോകും. കോടികളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് അവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് UDF-ഉം ചെയ്തുകൊണ്ടിരുന്നത്, LDF-ഉം ചെയ്യുന്നത്. അതുകൊണ്ട് BJP ഭരിക്കുമ്പോൾ, കേന്ദ്രത്തിൽ NDA സർക്കാർ ഭരിക്കുമ്പോൾ, മോദി സർക്കാർ ഭരിക്കുമ്പോൾ ഒരു അഴിമതിക്കാരനും ഒരു ദാക്ഷിണ്യവും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയം. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ 3 വർഷം പിന്നിടുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് എന്നൊരു ഗുരുതരമായ ആക്ഷേപവും ED അന്വേഷണവും അതുപോലെ കാടിളക്കിയുള്ള വാർത്തകളും ഒക്കെ വരുന്നതും അത് അന്വേഷണം നടക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി ബഡ്ജറ്റിൽ അടക്കം സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ ഇതെല്ലാം കേന്ദ്രം തരുന്നതാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റ് ഏത് കാര്യത്തിലാണ് കേരളത്തിന് പണം നൽകാത്തത്? ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ സൗജന്യമായി ഒരു പാവപ്പെട്ടവന് 5 കിലോ അരി എല്ലാ മാസവും സൗജന്യമായിട്ട് എത്ര ആളുണ്ട് അത്ര ആൾക്ക് കൊടുക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന അരി ഉണ്ടല്ലോ, കേരളം കൊടുക്കുന്നു എന്ന് പറയുന്ന അരി 29 രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെന്റാണ്. 32 രൂപ അല്ല, ഇതൊക്കെ വർത്തമാനല്ല. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ കുറിച്ചും കേന്ദ്ര നിലപാടിനെ കുറിച്ചും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകി അത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടും ധനകാര്യമന്ത്രി അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയിട്ടുണ്ട്. കേരളം കടമെടുത്ത് ധൂർത്തടിക്കുന്നു, രാഷ്ട്രീയ ആരോപണമല്ല. കേരളം കടമെടുത്ത് ധൂർത്തടിക്കുന്നു, കേരളം അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്, തമാശയല്ല. നാഷണൽ ആവറേജിനേക്കാൾ 9% കൂടുതൽ അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു. ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടം എടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പലിശ കടമെടുക്കുന്നു, അത് ദൂർത്തടിക്കുന്നു. ഈ സിൽവർ ലൈൻ വീണ്ടും സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരും. സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല, എഴുതി വെച്ചോളൂ. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല. പിണറായി വിജയനും ബാലഗോപാലും അല്ലാതെ അതിനുള്ള അതിന്റെ പൂർണ്ണമായിട്ട് അതില്ലാതായി ഒരാൾ വിചാരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടക്കില്ല. അത് വിചാരിച്ച ആരും ഒരു പ്രതീക്ഷയും വേണ്ട. കേരളത്തിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ പുതിയ അതിവേഗ തീവണ്ടികൾ വരും, കൂടുതൽ വന്ദേ ഭാരത് വരും. 1 വർഷം കഴിയുമ്പോൾ പാളങ്ങളുടെ ബലപ്പെടുത്തലാവും, പാളത്തിന്റെ വളവ് എല്ലാം നോക്കി അതിവേഗം ഇവിടുന്ന് കാസർഗോഡേക്ക് എത്താം. ഇത് കണ്ട് പാനിക്കേണ്ട, അപ്പം വിൽക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഓരോരപ്പവും ഇവിടെ വിൽക്കാൻ പറ്റില്ല. നിയമസഭയിൽ പറയുന്നതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ എനിക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യും? അല്ല, ഇപ്പൊ ഇത് ആരുടെ നേട്ടോ? ഇത് ആരാണ് ഇപ്പൊ കേരളയിൽ അട്ടിമറിച്ചത്? BJP ആണോ സതീശനാണോ? സതീശന് ഇത് കിട്ടിണ്ടാവും. സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചത് BJP-യുടെ ഇടപെടല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം. പിണറായി വിജയൻ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ മത്സ്യവണ്ടിക്കകത്ത് വന്ന 150 അവസാനിപ്പിച്ചതിന് യാതൊരു മനസാക്ഷി കുത്തും ഞങ്ങൾക്കില്ല. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ തകർക്കുന്ന ഒരു പദ്ധതി, അതിനുവേണ്ടിയാണ് മാറ്റിയത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ കേൾക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? സത്യം പേര് എന്ത് വേണം നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. ശബരിമലയെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. അത് ഞാൻ പറഞ്ഞു, അയാൾ അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ട് ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എന്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായ ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. ഏത് ലൈൻ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുത്തില്ല. അതൊക്കെ കല്യാണം പോലെ നീണ്ടുപോകുന്നു. ഇല്ലെന്ന് നമുക്ക് സസ്പെൻസ് അതിനുള്ള വളരെ അതിവേഗം. ഇന്നലെ റെയിൽവേ മന്ത്രി, നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കും, റെയിൽവേ മന്ത്രി വളരെ വ്യക്തമായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കൊണ്ട് ചോദിക്കുന്നത്? ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്കറിയാം, അത് ഞാനിപ്പോ വ്യക്തമാക്കുന്നില്ല.